ഏതൊക്കെ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്? ഏതൊക്കെ ക്ഷേത്രങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്? ഭക്തിഗാനങ്ങൾ എല്ലാ ക്ഷേത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കൊച്ചമ്പലം, കൊച്ചു കാവ് തൊട്ട് കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, പറശ്ശിനിക്കടവ്, അതൊരു കാലത്ത് ട്രെൻഡായിരുന്നല്ലോ. അത് ഈ ഒരു എസ് കെ സിനിഹമുണ്ട് സജ്ജാനൻ ടോച്ചറിൽ, പുള്ളി എല്ലായിടത്തും പാട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ സ്പീഡ് എഴുത്താണ് നമ്മുടെ 10 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് പാട്ട് എഴുതുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ജോലിയായിരുന്നെന്ന്. ഈ സജ്ജാനൻ നമ്മളെവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിൽ എവിടെ പോകുമ്പോഴേക്കും പറയുന്നത്, മോനെ പാട്ട് ഇന്ന ടൂൺ ഇന്നതാണ്, വരി പുള്ളി ആദ്യം തന്നെ എഴുതും, ശങ്കരായ പാഹിമം, ബാക്കി വരി നമ്മൾ എഴുതിക്കണം. അങ്ങനെയാണ് അക്കാലത്ത് എഴുതി പഠിച്ചത്. അങ്ങനെ ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ പാട്ട് എഴുതാം എന്ന് ഈ എസ് കെ സിനി ഹോമിലൂടെ എനിക്ക് പഠിച്ചു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ഒരു പാട്ട് എഴുതുമ്പോഴത്തേക്ക് വിഷയം കിട്ടിക്കഴിഞ്ഞാൽ വളരെ വെച്ച് നീട്ടത്തില്ല, എത്രയും പെട്ടെന്ന് എഴുതി തന്നെ കൊടുക്കും. ഈ പാട്ട് എഴുതുന്നതിനൊപ്പം ഈ വരികൾക്ക് സ്വയം സംഗീതം കൊടുത്ത എത്ര പാട്ടുകളുണ്ട്? എൻ്റെ പാട്ടുകൾക്കെല്ലാം ഏറ്റവും കൂടുതൽ അല്ല 10-20 പാട്ട്, ഒരു 1500 പാട്ട് കൂടുതൽ ഞാൻ എഴുതിയിട്ടുണ്ട്. എണ്ണമുള്ളത് ബാക്കി എനിക്കറിയത്തില്ല. 1500 കൂടുതലെന്നറിയാം. അതിൽ കുറച്ച് പാട്ടുകൾ മാത്രമേ മറ്റുള്ള സംഗീതം ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എന്നെ കൊണ്ട് തന്നെ ആണ് ചെയ്യിക്കുന്നത്. അപ്പോൾ എനിക്ക് എഴുതുന്നതിനൊരു സുഖമുണ്ട്. ഇത് രണ്ടും ഒരുമിച്ചാണ് ചെയ്തു പോകുന്നത്.